ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗാർഡൻ കാര്യങ്ങളൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് സോളാർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ജോൺ സാറോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. അതായത് നമ്മളെ വീട്ടിൽ ഇപ്പം ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മൾ സോളാർ ചെയ്തിട്ടുണ്ട്. അതായത് 3 years ബാക്ക് ഞങ്ങളിവിടെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇലക്ട്രിക് കാറിന്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ വന്നപ്പം ഓൺ ഗ്രിഡും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു സാധാരണക്കാരിയാണ്. എൻ്റെ വ്യൂവേഴ്സ് മിക്കവാറും ഗാർഡൻ ബേസ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടൊന്നും അറിയില്ല. മെയിനായിട്ട് സോളാർ വെച്ചു, ഓക്കെ, ഇത് കൺട്രോൾ ആണ്, ഇലക്ട്രിസിറ്റി കൺട്രോൾ, ബില്ല് കൺട്രോൾ ആണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നോർമൽ ആസ് എ പേഴ്സൺ ആൾക്കാർക്ക് എഫോർഡബിൾ ആവുമോ, അതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ വലിയ വീടുകൾക്ക് മാത്രമാണോ അത് ചെയ്യാൻ പറ്റുക, അത് അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് എനിക്ക് ചോദിക്കാനുണ്ട്. അരുണിന്റെ വീട്ടിൽ ഞങ്ങൾ സോളാർ ചെയ്തു. ഒരു 3 വർഷം മുന്നേ ഞങ്ങൾ സോളാർ ചെയ്തു. അത് ഞങ്ങൾ ഓഫ് ഗ്രിഡ് ആണ് ഞങ്ങൾ ചെയ്തത്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാനലിൽ നിന്ന് ഇൻവെർട്ടർ MPPT വഴി ബാറ്ററിയിലേക്ക് വന്ന് ബാറ്ററി ചാർജ് ചെയ്ത് ആ പവർ കൊണ്ട് നമ്മൾ സോളാർ ഉപയോഗിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു മെത്തേഡാണ് ഈ ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതുതായിട്ട് ഇവിടെ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ചെയ്ത ഓഫ് ഗ്രിഡ് പാനലും പ്ലസ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹാഫ് കട്ട് മോണോപെർക്ക് ഹാഫ് കട്ട് സെല്ല് വെച്ചിട്ട് ഞങ്ങൾ ഓൺ ഗ്രിഡ് ആണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നില്ലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഓൺ ഗ്രിഡിലേക്ക് ഞങ്ങൾ ഇവിടെ മാറാൻ കാരണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യം ഇപ്പം പഴയ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6 7 പാനൽസ് 8 പാനൽസ് ഞങ്ങളിവിടെ ആദ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പോളിക്രിസ്റ്റലിൻ പാനലാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ആ പഴയ പാനലിൻ്റെ കൂടെ ഞങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാനലായ ഹാഫ് കട്ട് സെല്ലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ഈ ഓൺ ഗ്രിഡ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ഞങ്ങളിവിടെ 5 kilowatt ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ അരുണിപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഇവിടെ ഇത് ഓഫ് ഗ്രിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇപ്പോൾ ഒരു EV വെഹിക്കിള്, നെക്സോൺ EV വെഹിക്കിള് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചാർജിങ് വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങോട്ടേക്ക് ഒരു സജഷൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഓൺ ഗ്രിഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ല് നില്ലാക്കാം. പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ അത് കൊടുക്കുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ പാനൽ കമ്പനികളും 10 വർഷമാണ് പ്രോഡക്റ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതായത് പ്രോഡക്റ്റിൻ്റെ സെല്ല് എന്തെങ്കിലും മാനുഫാക്ചറിങ് ആയിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ 10 വർഷത്തേക്കാണ് അവർ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അതുപോലെ 25 വർഷം പെർഫോമൻസ് ഗ്യാരണ്ടിയും എല്ലാ കമ്പനികളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് കൂടാതെ 10 വർഷത്തേക്ക് ഇപ്പം നമ്മൾ ഈ പാനലിൽ ക്രാക്സുകൾ വരാൻ സാധ്യതയുണ്ട്, മൈക്രോ ക്രാക്സുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ലൈറ്റ്നിങ് ഒക്കെ വരികയാണെങ്കിൽ ലൈറ്റ്നിങ്ങിന് പാനൽ ബേൺ ആയി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ പാനൽ ക്രാക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കമ്പനികൾ ഗ്യാരണ്ടി കൊടുക്കില്ല. അതെല്ലാം കസ്റ്റമർ സ്കോപ്പിൽ, കസ്റ്റമർ റിസ്കിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഈ പാക്കേജിലാണെങ്കിൽ അതിനും ഞങ്ങൾ 10 വർഷത്തേക്ക് അഡീഷണൽ ആയിട്ട് ഞങ്ങൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഈ പാക്കേജിൽ വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ പാനലിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എപ്പോഴും ക്ലീൻ ആവണം. ക്ലീൻ ആയിരുന്നാലേ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് വന്ന് കഴിഞ്ഞ് നല്ല പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ പാനൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അതിന് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ പാനൽ വാഷിംഗ് ആണ്. അത് ഞങ്ങൾ ഒരു 3 months കൂടുമ്പോൾ ഞങ്ങളത് വാഷ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതും ഞങ്ങളൊരു ഈ പാക്കേജിൽ വരുന്ന കാര്യമാണ്. അതിന് ഞങ്ങളൊരു 5 വർഷത്തേക്ക് ഞങ്ങളത് ഫ്രീ ആയിട്ട് ഞങ്ങൾ മെയിൻ്റനൻസും ഞങ്ങൾ
ഫ്രീ മെയിൻ്റനൻസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സർവീസ് ബാക്കപ്പ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ കൂടെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം. അപ്പോൾ അത് കാരണം നമുക്ക് വരുന്ന കസ്റ്റമേഴ്സും അവരും സാറ്റിസ്ഫൈഡ് ആണ്. അവർക്കും നല്ല രീതിയിൽ അവിടെ അവരുടെ ചെയ്തിട്ടുള്ള സോളാർ പ്രോജക്റ്റ് നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും ഹാപ്പിയാണ്. അവർക്ക് ബില്ല് നില്ലായിട്ടാണ് ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും വരുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യം ഞങ്ങൾ ഉപയോഗിച്ചത് ഇവിടെ പോളിക്രിസ്റ്റലൈൻ പാനലാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചത്. അത് ഷിൽപാസ് എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് half-cut monoperc half-cut എന്ന് പറയുന്ന പാനലാണ്. അത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വാരി എന്ന് പറയുന്ന കമ്പനിയുടെ പാനലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു പാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് half-cut 2 പാർട്ടായിട്ടാണ് അത് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഫുൾ കട്ടാണ്. ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പാനലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഇതിന്റെ സർക്യൂട്ട്സ് ആണ് ഈ വരുന്നത്. ഈ സർക്യൂട്ട്സ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പാനലിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. അതിപ്പോ നമ്മൾ ഹാഫ് കട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരു പോർഷൻ നമ്മൾ ഷെയ്ഡ് ആണെങ്കിലും അടുത്ത പോർഷനിൽ നമ്മൾ വെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഹാഫ് കട്ട് എന്ന് പറയുന്നത്. ആ പാനലാണ് ഞങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങൾ താഴെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 2 സ്ട്രിങ് ആയിട്ട്, അതായത് പഴയ പാനൽ ഒരു സ്ട്രിങ്ങിലേക്കും പുതിയ പാനൽ വേറെ സ്ട്രിങ്ങിലേക്കും, അങ്ങനെ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ താഴെ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്നിങ് അറസ്റ്റർ ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ ആ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ സ്പൈക്കാണ് ആ കാണുന്നത്. ഇതില്ലേ കാണുന്നത്. അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻട്രിക്കോടെ ഞങ്ങൾ വാക്ക് വേ കൊടുത്തിട്ടുണ്ട് അല്ലേ. മുകളിൽ കയറി നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ വാക്ക് വേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷീറ്റിന്റെ മുകളിലാണെങ്കിലും നമ്മൾ ഇതുപോലെ വാക്ക് വേ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഷീറ്റ് ചവിട്ടാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. കാരണം ക്ലീനിങ് ഇതിന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് പ്രോസസ് ഘടകമാണ് അല്ലേ. അപ്പൊ പല വീടുകളിലും നമുക്ക് അത് ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സർവീസ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇപ്പോൾ ഒരു 2000 രൂപയൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന വീടാണെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതിനേക്കാളും ലാഭമാണ് നമുക്ക് സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോജക്റ്റ് ഓണായി ആ ഒരു 1ാമത്തെ മാസം മുതൽ തന്നെ നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് മുതൽ തന്നെ നമുക്കത് റിട്ടേൺ കിട്ടിക്കൊണ്ട് ഒരു 10 ലക്ഷങ്ങളിൽ ചിലവാക്കും. അതെ, അതിൻ്റെ കൂടെ ഒരു 5% മാറ്റി വെച്ച് സോളാറിലേക്ക് മാറ്റി വെച്ചാൽ അതൊരു റിട്ടേൺ തരുന്ന ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു റിട്ടേണും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇതാകുമ്പോൾ ഒരു 5% വേണ്ടി വരില്ല. 50 ലാഖിന്റെ ആകുമ്പോൾ അതിന്റെ 2.5 ലാഖ് 2 കിലോവാട്ടിന്റെ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പം പറഞ്ഞ പോലെ നമ്മളൊരു ഇപ്പോൾ 2 അല്ലെങ്കിൽ ഒരു 3 ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വീടിന് ധാരാളമാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3000 രൂപയൊക്കെ ബില്ല് വരുന്ന വീടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3500 രൂപയൊക്കെ ബില്ല് വരുന്ന വീടാണെങ്കിൽ നമുക്ക് നെല്ല് അടയ്ക്കാനുണ്ടാവുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ AC ഉപയോഗിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഒന്നൊരു പേടിച്ചിട്ട് അല്ലെങ്കിൽ അയ്യോ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്നുള്ള സോളാർ ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഫ്രീ ആയിട്ട് വരുന്ന ഒരു എനർജി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ശരിക്കും കേരളത്തിൽ ഇതെല്ലാരും ആക്കണം. തീർച്ചയായിട്ടും. അരുൺ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു പുതുതായിട്ടൊരു വീട് വെക്കുമ്പോൾ നമ്മള് എത്രയോ ഭാഗങ്ങൾ നമ്മൾ തീരെ യൂസ് ഇല്ലാതെ ലക്ഷങ്ങൾ മുടങ്ങി അവിടെ കിടക്കുകയാണ്. കാരണം അത് നമ്മൾ ചിലപ്പോ ഭാവി നമ്മൾ മക്കളെ ഉദ്ദേശിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത്രയും സൗകര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു റിട്ടേണും നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു വളരെ റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണത്. ചെറിയ ഔട്ട്പുട്ട് തരുന്നൊരു
അതെ അതെ അതെ. പിന്നെ വേറൊരു ഡൗട്ട് സാർ, ഈ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്ത വീടുകളുണ്ടല്ലോ, അപ്പൊ അതിന് എന്ത് ചെയ്യും? ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. നമ്മള് ഡ്രസ് വർക്ക് ചെയ്താലും ഫ്ലാറ്റ് റൂഫ് ആണെങ്കിലും സ്ലോപ്പ് റൂഫ് ആണെങ്കിലും എങ്ങനെയുള്ള റൂഫ് ആണെങ്കിലും നമുക്ക് ഈ സോളാർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് വെക്കേണ്ടത്. ഷെയ്ഡ് വരരുത്. എന്നാലേ നമുക്ക്, കാരണം ഇതിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണാണ്. അപ്പോൾ നമ്മൾ ആ സണ്ണ് ഫ്യൂവല് ശരിക്കും ഇതിലേക്ക് കിട്ടണം. അപ്പൊ അതിന് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി നമ്മൾ ഏത് റൂഫാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനൊരു കുഴപ്പമില്ല. ഇപ്പം AC ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഇടാം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇടാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബില്ല്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു 3500 രൂപ ബില്ല് വരുന്ന ഒരു വീടാണെങ്കിൽ നമ്മളൊരു 3 കിലോവാട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് നമുക്ക് നില്ലാവും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഒരു 5 കിലോവാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടും 50% ലാവിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം എപ്പോഴും നമ്മൾ കറക്റ്റ് നമ്മൾ അതിൽ ചെയ്യുന്നതിലും നല്ലത് കുറച്ച് അഡ്വാൻസ് ആയിട്ട്, കാരണം ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൂടുകയുള്ളൂ. അതുപോലെ പെർ യൂണിറ്റ് റേറ്റ് കൂടുകയുള്ളൂ, ഇപ്പൊ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാവിയും കൂടെ കണ്ടിട്ട് എപ്പോഴും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഒരു കിലോവാട്ട് കൂടുതൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാനുള്ള പവർ നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിപ്പോ ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് നമുക്കിപ്പോ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഗ്രിഡിലേക്ക് പോവുക ചെയ്യാം. അപ്പോൾ ആ ഗ്രിഡിലേക്ക് പോകുന്ന ഓരോ യൂണിറ്റിനും ഇപ്പോൾ നമുക്ക് പൈസ വർഷത്തിലൊരിക്കൽ 9 മാസം കൂടുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷായിട്ട് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. 9 മാസം കൂടുമ്പോഴാണ്. അതെ അതെ അതെ. അത് കൂടാതെ നമുക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസ്യൂമർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒരു 3 സ്ഥലത്തെ ആ കൺസ്യൂമറുടെ നമ്പർ ഇതിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എക്സസ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണിന് ഇപ്പോൾ വേറെ വീടുണ്ടെങ്കിൽ അരുണിൻ്റെ വേറെ സ്വന്തം അരുണിൻ്റെ പേരിൽ തന്നെ അതെ അത് വേണം, അത് നിർബന്ധമാണ്. അങ്ങനെ വീടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ഇവിടുത്തെ എക്സസ് അവിടെ ഷെയർ ചെയ്ത് നമുക്ക് അവിടുത്തെ ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പോ അരുണിന്റെ വേറൊരു വീട്ടില് ഇത് സോളാർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഷെയ്ഡ് സൺലൈറ്റ് തീരെ ഇല്ലാത്തൊരു, അതായത് ഫുൾ വെജിറ്റേഷൻ ഉള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അരുണിന് വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അത് ചെയ്തിട്ട് അവിടത്തേക്കും കൂടി ഉള്ളത് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിലത്തെ ബില്ല് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിപ്പം നാട്ടിൽ ചിലപ്പോൾ വീടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാട്ടിലെ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്തിട്ട് ആ ഫ്ലാറ്റിൽ ഉപയോഗിച്ചോടെ? തീർച്ചയായിട്ടും. അതെ, സെയിം പേരിൽ സെയിം കൺസ്യൂമർ തന്നെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ കുറച്ച് കമ്പൈൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ അവിടെ എക്സസ് വരുന്നത് നമ്മൾ ഫ്ലാറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞൊരു കസ്റ്റമർ ഇൻട്രസ്റ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ഐഡിയ പുള്ളി ഇപ്പം ഒരു ഡിസ്കഷനിലാണ്. അപ്പൊ പുള്ളിക്ക് വേറെ വീടുണ്ട്, അപ്പൊ അവിടെ ചെയ്തിട്ട് ഇവിടെ എക്സസ് വരുന്നത് പുള്ളി ഫ്ലാറ്റിലും കൂടെ അത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ലൊരു പരിപാടി. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ അതിനകത്തുണ്ട്. ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ഇവോ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെർട്ടറാണ് ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി 10 വർഷം ഇതിന് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിലും കുറച്ച് 5 കൊല്ലമൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ വാറണ്ടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അത് നമ്മൾ ആ ടോട്ടൽ പ്രൈസിൻ്റെ ഒരു ഇത്ര ശതമാനം നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കമ്പനി നേരിട്ട് തന്നെ 10 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ AC DC DB അതുപോലെ ഈ AC DB
ഈ സംഗതികൾക്ക് കമ്പനി ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂസുകള്, അതുപോലെ SPD അതിനൊന്നും കമ്പനി ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. പക്ഷെ അതായത് ഞങ്ങളെ സ്ഥാപനം അഡീഷണൽ ആയിട്ട് ഞങ്ങൾ ഈ ഒരു ബോക്സിന്, ഈ 2 ബോക്സിന് ഞങ്ങൾ 5 വർഷത്തേക്ക് ഞങ്ങൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളതൊരു പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്കേഴ്സ് ഒക്കെ ഇപ്പോൾ ലൈറ്റ്നിങ് അടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ACDBയിൽ കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഇപ്പം എന്തെങ്കിലും ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ സർജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ലൈനിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഇൻവെർട്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 എക്യുപ്മെന്റ് നമ്മൾ ഈ 2 ഇപ്പം ACDB ആണെങ്കിലും DCDB ആണെങ്കിലും വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഞങ്ങളത് ഒരു 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട്, അതായത് അതിനൊരു 5 വർഷത്തേക്ക് ഞങ്ങൾ ഒരു അഡീഷണൽ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ വെച്ചാൽ മെയിനായിട്ട് 3 എർത്തിങ് ആണ് ഇതിൽ വരുന്നത്. അതായത് ഒന്ന് നമ്മളെ ലൈറ്റ്നിങ്ങിന്റെ ഒരു എർത്തിങ് വരുന്നുണ്ട്, നമ്മളെ പാനലിൽ നിന്ന് വരുന്ന എർത്തിങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ നമ്മളെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന എർത്തിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 എർത്തിങ് ഇതിൽ വളരെ പ്രധാനമാണ്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. സ്ഥാപനത്തിന്റെ പേര് ട്രിനിറ്റി എനർജി കൺസർവേഷൻസ് എന്നാണ്. കാലിക്കറ്റ് പുതിയേറിയാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡ് ടെക്വോൾട്ട് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ്. ആ ബ്രാൻഡിൽ ഞങ്ങൾ ഇൻവേർട്ടേഴ്സ്, ബാറ്ററി, UPS, സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ, അതുപോലെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, സോളാർ വാട്ടർ ഹീറ്റർ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 96 മുതലുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇത്രയും വർഷം ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത്. ആ കസ്റ്റമേഴ്സ് ത്രൂ വരുന്ന ഓർഡേഴ്സാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അതെ, വീട്ടില് ഞങ്ങളിപ്പോ ഇൻവെർട്ടർ വെച്ചിട്ട് 12 വർഷത്തോളം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങള് ആദ്യമായിട്ട് ഇവിടെ അരുണിന്റെ തറവാട്ടിൽ ഞങ്ങൾ ഇൻവെർട്ടർ ഞങ്ങൾ ചെയ്തു. അങ്ങനെയാണ് അരുണിന്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധം വരുന്നത്. അങ്ങനെ അവര് സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ സർവീസിലും ഞങ്ങളുടെ പ്രോഡക്റ്റിലും അവർ കോൺഫിഡന്റ് ആണ്. അങ്ങനെ പിന്നെ അരുണിന് അങ്ങനെ ഒരു സോളാർ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഞങ്ങൾ സമീപിച്ചു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. സാറോട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് സംഗതി എനിക്ക് കാര്യമായിട്ട് മനസ്സിലായത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അത് മറ്റുള്ളവർക്ക്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.